Hi friends, എല്ലാവർക്കും ഒരിക്കൽ കൂടി മെസ്സേജ് സ്വാഗതം. ഞാൻ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന തമ്മിൽ രണ്ടോ മനസ്സിലാക്കണം. നമ്മളൊരു ലാപ്ടോപ്പ് അൺബോക്സ് ചെയ്യും. ASUSന്റെ VivoBook 15 സീരീസിൽ വരുന്ന ഒരു ലാപ്ടോപ്പ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ 6 മാസമായിട്ട് ഉപയോഗിക്കുന്നു. അതിൻ്റെ യൂസേജ് റിവ്യൂയും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ബെല്ലേക്കും കൂടി എന്തെങ്കിലും ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമുക്ക് ജസ്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 35,000 പ്രൈസ് റേഞ്ച് വരുന്നത്. ഞാൻ ഇത് ബിഗ് ബില്യൺ ഡേയ്സ് ഉണ്ടായിരുന്നപ്പോഴാണ് വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അപ്പോൾ 26,000 കിട്ടി. ഇതുപോലെ ബിഗ് ബില്യൺ ഡേയ്സിലൊക്കെ ആമസോൺ പ്രൈം ബിഗ് ബില്യൺ ഡേയ്സിലൊക്കെയാണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. ഇതാണ് നമ്മുടെ ലാപ്ടോപ്പിന്റെ ബോക്സ്. നമുക്ക് ജസ്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ വാങ്ങിച്ചതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ASUSന്റെ VivoBook 15 സീരീസിലാണ് നമുക്ക് നമ്മുടെ ഈ ലാപ്ടോപ്പ് വരുന്നത്. ASUS VivoBook 15 X543U ആണ് ഇതിന്റെ മോഡൽ നമ്പർ വരുന്നത്. ഇതിൽ ആദ്യം തന്നെ കിട്ടുന്നത് ലാപ്ടോപ്പും അതിന്റെ മാനുവൽസുമാണ്. ഇതിൽ അടുത്തായി കിട്ടുന്നത് നമ്മുടെ ചാർജർ. ഈ ചാർജറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 45 വോൾട്ടിന്റെ AC അഡാപ്റ്റർ ആണ് കിട്ടുന്നത്. അതിൽ തന്നെ ASUSന്റെ ഒരു ബ്രാൻഡിങ് ഉണ്ട്. ഒരു 3 പിൻ ഹോൾഡറാണ് ഇത്. പിൻ ടൈപ്പ് ചാർജറാണ് വരുന്നത്. നമുക്ക് ലാപ്ടോപ്പ് നോക്കാം. അതിന്റെ രണ്ട് സൈഡിലും കാർഡ്ബോർഡ് വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പൗച്ചായിട്ട് കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ്. ഒരു ASUSന്റെ ബ്രാൻഡിങ് ഉണ്ട് അതിന്റെ സെന്ററിൽ തന്നെ. അതിന്റെ കളർ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റാർ ഗ്രേ കളറിലാണ് നമുക്ക് ഇത് കിട്ടുന്നത്. നമുക്ക് രണ്ട് വേരിയൻസിൽ കിട്ടും, സിൽവർ കളറിലും സ്റ്റാർ ഗ്രേ കളറിലും. ലാപ്ടോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ ബോഡി എന്ന് പറയുന്ന ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് ബോഡിയാണ്. ഒരു ലീനിയർ ടൈപ്പ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ലാപ്ടോപ്പിന്റെ സൈഡ് നോക്കുകയാണെങ്കിൽ USB പോർട്ടും HDMI പോർട്ടൊക്കെ വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. ഇതിൽ ആദ്യം വരുന്നത് ഇതിന്റെ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ആദ്യത്തേത് ചാർജിങ് ഇൻഡിക്കേറ്റർ, രണ്ടാമത് വരുന്നത് മൈക്രോഫോൺ പോർട്ടാണ്. അതിനുശേഷം ലാപ്ടോപ്പ് ഓൺ ആണോ അല്ലെന്നുള്ള ഒരു ഇൻഡിക്കേറ്റർ. അതിനുശേഷം 3 USB പോർട്ട്സ് ആണ് വരുന്നത്. USB 2.0 രണ്ടെണ്ണവും USB 3.1 ഒരു USB പോർട്ടുമാണ് ഇത് വരുന്നത്. അടുത്ത് HDMI പോർട്ടാണ്. HDMI പോർട്ട് വെർഷൻ 1.4 ആണ് ഇതിന്റെ HDMI പോർട്ട് വരുന്നത്. അടുത്ത് വരുന്നത് ഇതിന്റെ എയർ വെന്റ് ആണ്. സൈഡിൽ തന്നെയാണ് ഒരു എയർ വെന്റ് ഉണ്ട്. അടുത്ത് വരുന്നത് മൈക്രോ SD കാർഡ് പോർട്ടാണ്. മൈക്രോ SD ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ക്യാമറ മെമ്മറി കാർഡൊന്നും നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. മൈക്രോ SD പോർട്ടാണ് ഇതിലുള്ളത്. ഇനി നമ്മൾ അതിന്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു മോഡൽ നമ്പർ കാണാം. അതിന് തൊട്ടടുത്താണ് നമ്മൾ ഏറ്റവും താഴെ ഒരു സ്പീക്കർ. നമ്മൾ ഡ്യുവൽ സ്പീക്കറും ലാപ്ടോപ്പിന്റെ അടിയിലാണ് വരുന്നത്. സോണിക് മാസ്റ്ററിന്റെ W സ്റ്റീരിയോ സോണിക് മാസ്റ്ററിന്റെ സ്പീക്കേഴ്സ് ആണ്, ഡ്യുവൽ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. അതിനുശേഷം നമുക്ക് 4 സൈഡിലും ഓരോ റബ്ബർ ഗ്രിപ്സും കാണാം. അടുത്ത നമ്മൾ ഈ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഡിസ്പ്ലേ കുറിച്ച് പറയുക. ആന്റി ഗ്ലർ ഡിസ്പ്ലേ. ഷൂട്ട് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. ലൈറ്റ് അടിക്കുമ്പോൾ അത് റിഫ്ലക്ട് ചെയ്യുന്നില്ല. ആന്റി ഗ്ലർ ഡിസ്പ്ലേ ആണ്. നമ്മുടെ മുഖം ഇതിൽ കാണാൻ പറ്റില്ല. ലൈറ്റ് ഉണ്ടെങ്കിൽ അതും റിഫ്ലക്ട് ചെയ്യില്ല. ഇതിന്റെ സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത് 39.62 സെന്റിമീറ്റർ ആണ്. അതായത് 5.6 ഇഞ്ച് ആണ് ഇതിന്റെ സ്ക്രീൻ റേഷ്യോ വരുന്നത്. ഒരു ഫുൾ HD ഡിസ്പ്ലേ ആണ്. 16:9 ആണ് ഇതിന്റെ റേഷ്യോ വരുന്നത്. നമുക്ക് ഇവിടെ കാണാം ഡിസ്പ്ലേയുടെ താഴെ നമുക്ക് ASUSന്റെ ഒരു ബ്രാൻഡിങ് കാണാം. അടുത്ത ഇതിന്റെ കീബോർഡിനെ കുറിച്ച് പറയുന്നത് ഒരു ചിക്ലെറ്റ് കീബോർഡാണ്. ഇതൊരു ചിക്ലെറ്റ് ടൈപ്പ് കീബോർഡാണ്. നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് ടൈപ്പ് ചെയ്യാൻ കഴിയും. നമുക്ക് ഇനി ഗ്രാഫിക്സ് കാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്റൽ ഇന്റഗ്രേറ്റഡ് HD ഗ്രാഫിക്സ് കാർഡാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ പ്രൊസസ്സറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്റൽ Core i3 7th പ്രൊസസ്സറാണ് ഇത് വരുന്നത്. റാം ആണെന്ന് നോക്കുകയാണെങ്കിൽ 4GB റാം. നമുക്കിത് 12GB വരെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് സ്റ്റോറേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ HDD ആണ് വരുന്നത്. 1GB HDD ഡിസ്കാണ് ഇതിൽ വരുന്നത്. അടുത്ത് വരുന്നതിൻ്റെ ടച്ച് പാഡാണ്. ടച്ച് പാഡ് ഫുൾ ടച്ച് പാഡാണ് ഇതിൽ വരുന്നത്. അതായത് ഇതിന്റെ റൈറ്റ് ബട്ടൺ ലെഫ്റ്റ് ബട്ടണും ടച്ചോടെ കൂടെയാണ് തന്നെയാണ് വരുന്നത്. പിന്നെ ബാറ്ററിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 33 വാട്ടിന്റെ 3 സെൽ ലിഥിയം അയോൺ ബാറ്ററിയാണ് ഇതിന്റെ വരുന്നത്. ഇനി നമ്മൾ ഇതിന്റെ ക്യാം നോക്കുകയാണെങ്കിൽ VGA വെബ് ക്യാം ആണ്. ഫിക്സഡ് ടൈപ്പ് ആയിട്ടുള്ള വെബ് ക്യാം ആണ് ഇതിലുള്ളത്. വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നല്ലൊരു ക്യാമറയാണ്. വെബ് ക്യാം തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ഇൻബിൽഡ് മൈക്ക് ഉണ്ട്. ഇത് നമുക്ക് ക്യാമറയുടെ സൈഡിൽ തന്നെ കാണാൻ കഴിയും. 3 ഡോട്ട് പോലെ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് ക്യാമറ ഓൺ ആണെങ്കിലുള്ള ഇൻഡിക്കേറ്റർ,
രണ്ട് മൈക്രോഫോണാണ്, ഒന്ന് LED സെൻസറാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 1.90 കിലോഗ്രാമാണ്. ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് ഇതിൽ തന്നെ കാണാം. എൻ്റെ പേഴ്സണൽ യൂസിൽ ഈ ലാപ്ടോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇത് വാങ്ങിച്ചിട്ട് ഏകദേശം 6 മാസമായിട്ട് ഞാൻ ഈ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയും കാലത്തെ ഉപയോഗത്തിന് ശേഷം ഞാൻ ഇതിൽ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം പൈത്തൺ പ്രോഗ്രാമിംഗ് ചെയ്യുന്നുണ്ട്, സ്കൂൾ ക്ലാസ്സിനൊക്കെ ഞാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഉപയോഗിച്ചതിൽ വെച്ച് വീഡിയോ ഞാൻ പ്രീമിയർ പ്രോ ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ചെറിയ ലാഗ് അല്ലാതെ നമുക്ക് വേറെ ഒന്നും ഇതിലൊരു ഇഷ്യൂ ഇല്ല. ഇതിൻ്റെ പവർ സേവിങ്സ് നോക്കുകയാണെങ്കിൽ എനിക്ക് ഏകദേശം ഒരു ഫുൾ ചാർജ് നമുക്ക് 4 മണിക്കൂർ വരെ തുടർച്ചയായിട്ട് ഇത് ഉപയോഗിക്കാം. ഇതിൽ എഴുതിക്കുന്ന 6 hours എന്നാണ്. മാക്സിമം 4 മണിക്കൂർ വരെയാണ് എനിക്ക് ഇതിൽ ഉപയോഗിച്ചിട്ട് കിട്ടിയിട്ടുള്ളത്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.